ഈ വിഷയം അങ്ങയുടെ മെമ്പർമാരും എല്ലാം പറഞ്ഞത് ഈ വിഷയത്തിൻ്റെ പ്രശ്നമല്ല. ഇവിടെ എല്ലാവർക്കും കൃത്യമായൊരു കാര്യമുണ്ട്. കേരളത്തിന് അർഹമായത് കിട്ടുന്നില്ല. കേരളത്തിലെ നികുതി വരുമാനത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. സാർ, ഇനി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ഈ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തണം. അതിന് ചർച്ച ചെയ്യുമ്പോൾ താഴെ നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ദൂർത്തിൻ്റെ കാര്യമൊക്കെ പറയാം. നേരത്തെ പറഞ്ഞ പോലെ എന്ത് ദൂർത്താണ് സാർ ഈ കേരളത്തിൽ നടക്കുന്നത്? സാർ, നമ്മൾ തമ്മിലൊരു വ്യത്യാസമുണ്ട് സാർ. ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താ സാർ? കേരളത്തിൽ നവകേരള സദസ്സിന് വാഹനം എടുത്തു, ഞങ്ങളെല്ലാം കൂടെ പോയി. ഈ വാഹനം വരുന്നതിന് മുമ്പ് എന്തോ ഒരു പ്രഖ്യാപനങ്ങളായിരുന്നു. കേരളത്തിന് പുറത്തുള്ള ടെലിവിഷൻ ചാനൽ വരെ ഇത്രയും വ്യത്യസ്തമായ ചില ഘട്ടങ്ങളിൽ പറക്കാൻ വരെ സൗകര്യമുള്ള, കാരണം അങ്ങനെയൊക്കെയുള്ളൊരു ബസ്സാണെന്ന് പറഞ്ഞിട്ട് കാസർഗോഡൊക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് ആ വാഹനം വന്നു കഴിഞ്ഞപ്പോൾ സാറ് KSRTC ബസ്, സാധാരണ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കയറി പോകുന്ന അത്ര സൗകര്യം ഉണ്ടായിരുന്നു ആ ബസ്സിൽ. ഒരു ഭാരത് ബെൻസിന്റെ ഒരു സാധാ ബസ്. സാർ, ഈ കേരളത്തിനകത്ത് ഈ കാര്യം പറഞ്ഞു, ഇത്രയും ബഹളം ഉണ്ടാക്കി. അതിനുശേഷം ഞങ്ങൾ പത്രപ്രവർത്തകരെ ഉൾപ്പെടുത്തി കയറാൻ പറഞ്ഞു. അതിനുശേഷം സാർ, ഇപ്പോൾ രാഹുൽ ഗാന്ധി, അദ്ദേഹം കോൺഗ്രസിന്റെ ബഹുമാനായ നേതാവ്, അദ്ദേഹം യാത്ര ചെയ്യുന്ന ബസ് ഇതേ മോഡൽ, അതിനകത്ത് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അത് യഥാർത്ഥത്തിൽ മേലോട്ടുള്ള ലിഫ്റ്റുണ്ട്, പുറയിൽ വലിയ കോൺഫറൻസ് മുറി, AC മുറിയൊക്കെ ഉണ്ട്. ഞങ്ങൾ അതൊന്നും തെറ്റാന്ന് പറയത്തില്ല. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഒരു യാത്ര ചെയ്യുമ്പോൾ അവരുടെ നേതാക്കന്മാരെല്ലാം പോകുമ്പോൾ അത് പോട്ടെ. പക്ഷെ അതിനകത്ത് ഈ ഒരു തരത്തിലേക്ക് അത് കയറണമെങ്കിൽ ടിക്കറ്റ് വേണമെന്നാണ് റവന്യൂ മിനിസ്റ്റർ പറയുന്നത്. അതെനിക്കറിയില്ല. എന്തായാലും അവിടെ ഏതായാലും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഞങ്ങൾ നടത്തിയത് ഗവൺമെന്റ് പരിപാടിയാണ്. ഈ ജനാധിപത്യത്തിൽ പാർലമെന്റിലെയോ നിയമസഭയിലെയോ അംഗങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിമാരായി, ഇലക്ട് ചെയ്യപ്പെട്ട MLA-മാരായി, MP-മാരായി വന്നാൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ ലോകത്ത് ഏറ്റവും ആദ്യമായി നടപ്പിലാക്കിയ പരിപാടിയാണ് ഈ നവകേരള സദസ്സ്. ഞങ്ങൾ 5000-10000 ആളുകളടുത്ത് പോയി പറയായിരുന്നു. രാവിലെ വിളിച്ച യോഗത്തിൽ അവരുടെ നിർദ്ദേശങ്ങൾ കേട്ടു. ഞങ്ങൾ എല്ലാവർക്കും അവിടെ വെച്ച് പേപ്പർ മേടിച്ചിട്ട് വയറ്റുവേദനയ്ക്ക് വന്നാക്ക് പിന്നെ വേറൊരു മരുന്ന് കൊടുക്കുക, ട്രാൻസ്ഫർ മേടിക്കാൻ വന്നാക്ക് ആശുപത്രി തുണ്ട് കൊടുക്കുകയൊന്നും ചെയ്തില്ല. ഇതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളവിടെ ആ വന്ന കാര്യങ്ങൾ സംബന്ധിച്ച് അപേക്ഷകൾ വന്നു. അവിടെ പണം വിതരണം ചെയ്യാനോ അങ്ങനെയുള്ള കാര്യമായിട്ടല്ലത് കണ്ടത്. സാർ, അവിടുത്തെ നവകേരള സദസ്സ് സംബന്ധിച്ച് ആളുകളുടെ മനസ്സിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനാണ്. അതിനെ നിങ്ങൾ അങ്ങനെ കുറച്ച് കാണണ്ട. അതിനകത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടി ആ വാഹനത്തിൽ പോയി. സാർ, ഇതുപോലുള്ള കാര്യങ്ങൾ എത്രയാണ് നിങ്ങൾ പറയുന്നത്? നേരത്തെ ഇവിടെ ഒരു കിയ കാർ മേടിച്ചു. സാർ, ബഹുമാനപ്പെട്ട സ്പീക്കർ, അങ്ങേക്കും അറിയാമല്ലോ, കിയ കാറ് ഇന്റർനാഷണൽ ബ്രാൻഡുള്ള കാറുകളിൽ ഒരു കമ്പനിയെ മോശപ്പെടുത്തി നന്നാക്കിയൊന്നും പറയാനല്ല, പക്ഷെ അതൊരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു കൂടിയ ഒരു ലക്ഷറി കാറായിട്ട് കരുതുന്നുണ്ടോ സാർ? കിയ എങ്ങനെയാണ് മറ്റു സ്ഥലത്ത് ഉപയോഗിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കിയ കാർ മേടിച്ചപ്പോൾ 35 ലക്ഷത്തിന്റെ വലിയ കാർ. സാർ, എന്താണ് സാർ കേരളത്തിനകത്ത്? നേരത്തെ പറഞ്ഞത് കേരളത്തിനകത്ത് ഏതൊക്കെ കാര്യത്തിലാണ് സാർ നമുക്ക് ഇവിടെ എരുത്തിൽ പണിയാൻ? എരുത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കാലിത്തൊഴുത്തിനാണ് പറയുന്നത്. കാലിത്തൊഴുത്ത് പണിയാനായിട്ട് അവിടെ ഇത്ര ലക്ഷമായി. പിന്നെ മുഖ്യമന്ത്രിയല്ലേ കാലിത്തൊഴുത്തിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി എനിക്ക് ഈ തരം കാലിത്തൊഴുത്ത് വേണമെന്ന് മുഖ്യമന്ത്രിയല്ലേ പറയുന്നത്? സാർ, ബഹുമാനപ്പെട്ട PJ ജോസഫ് പണ്ട് അദ്ദേഹം എപ്പോഴും ഇവിടെ ഇപ്പോഴായാലും ഈ പശുവിനെ വളർത്തുന്നതിന്റെയും അതിന്റെ കാര്യമൊക്കെ താല്പര്യപൂർവ്വം പറഞ്ഞാൽ എല്ലാവരും പോയി കേൾക്കാറുണ്ട്. അദ്ദേഹം നല്ലൊരു കൃഷിക്കാരനാണ്. റോസ് ഹൗസില് അവിടെ പിന്നെ പശുവിനെ വളർത്തിയിരുന്നു. സാർ, എരുത്തിൽ മേടിച്ചു. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ ടാങ്ക്, എന്താ നിങ്ങളൊക്കെ ഈ 5 ലക്ഷം രൂപയുടെ ടാങ്ക്? നിങ്ങൾ ഒരു സ്കൂളിനകത്ത് ഒരു ബിൽഡിംഗ് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ടാങ്ക് നിങ്ങളാണ് നോക്കുന്നത്? ഒരു കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട്, അവിടുത്തെ കാര്യത്തിനകത്ത് ടാങ്കിന്റെ കാര്യം നിങ്ങളാണോ നോക്കുന്നത്? ഇതൊക്കെ പറയാം, ശരിയാണ്. താഴെ പോകുമ്പോൾ കണ്ടില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വലിയ ടാങ്ക്. സാധാരണ നമ്മളാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ടാങ്ക് ആണെങ്കിൽ 5.5 ലക്ഷം രൂപയുടെ ടാങ്ക് മേടിച്ചു. ടാങ്ക് സർക്കാരിന്റെ സംവിധാനം വെച്ചാൽ ഈ ബിൽഡിങ്ങും ടാങ്കും ഒക്കെ ഏതാണ് സാർ? കന്റോൺമെന്റ് ഹൗസ്, പ്രതിപക്ഷ നേതാവിന്റെ വീട്, അവിടെ പഴയ വീടാണ്, വളരെ പഴക്കമുള്ള വീടായതുകൊണ്ട് അവിടെ ധാരാളം റിപ്പയർ ചെയ്യേണ്ടി വരത്തില്ലേ? സ്റ്റാഫില്ലേ? സാർ, നമ്മൾ ഈ കേരളം പോലൊരു സംസ്ഥാനത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് കാര്യങ്ങൾ കൃത്യമായി പറയണം. നമ്മൾ ഇങ്ങനത്തെ